ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ടിരിക്കുന്ന ആറ്റം ബോംബിനേക്കാൾ പ്രകരശേഷിയുണ്ട് MDMAക്ക്. മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്നറിയപ്പെടുന്ന ഈ പദാർത്ഥത്തിന് മനുഷ്യ മസ്തിഷ്കങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ചിത്തഭ്രമത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വിസ്ഫോടനാത്മകമായ ചിന്തയിലേക്ക് മനുഷ്യന്റെ ബോധത്തെയും ഒക്കെ നശിപ്പിക്കാൻ പറ്റുന്ന 29 തന്മാത്രകളുടെ കൂടിച്ചേരലാണ് MDMA, മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ. 11 കാർബൺ, 15 ഹീലിയം, 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ അടങ്ങുന്ന 29 ആറ്റങ്ങളുടെ കൂടിച്ചേരൽ. ശരിക്കും എന്തിനാ ഈ ഡ്രഗ് കണ്ടുപിടിച്ചെന്തിനാ? എന്തിനാണ് ലോകം ഈ ഡ്രഗ് കണ്ടുപിടിച്ചു? ആര് കണ്ടുപിടിച്ചു? എന്തിന് കണ്ടുപിടിച്ചു? എന്ന് കണ്ടുപിടിച്ചു? എന്ന് കേരളത്തിലെത്തി? ആര് കൊണ്ടുവന്നു? എങ്ങനെ നിർത്താൻ പറ്റും? എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? എങ്ങനെ നമ്മുടെ നാട് ലഹരിമുക്തമാക്കാൻ പറ്റും? ശരാശരി ഒരു വീട്ടമ്മയുടെ ചോദ്യമാണ്, ശരാശരി ഒരു സഹോദരൻ്റെ ചിന്തയാണ്. 1912 ജർമ്മനി എന്ന് പറയുന്ന മഹാരാജ്യത്ത് മെർക്ക് എന്ന് പറയപ്പെടുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെർക്ക് ആൻഡൻ കൊളീഷ് എന്നറിയപ്പെടുന്ന 41 വയസ്സുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ കെമിക്കൽ ലാബിൽ ഇതിൽ വിരിഞ്ഞ ലോകം അത്ഭുതത്തോടുകൂടി, അന്ന് 1912 141 രാജ്യമുണ്ടായിരുന്നുള്ളൂ, അന്ന് അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ട ഏറ്റവും മനോഹരമായ 2 നൊബേൽ പുരസ്കാരവും 12 പേറ്റന്റുകളും നേടിയെടുത്ത ഏറ്റവും മനോഹരമെന്ന് വിശേഷിക്കപ്പെട്ട ശരീരത്തിനകത്ത് രക്തത്തിൻ്റെ ഒഴുക്കിനെ പ്രിവെന്റ് ചെയ്യാൻ, വേദന ഇല്ലാതാക്കാൻ മാനവരാശി കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഡിസ്കവറി ആയിരുന്നു മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്ന ഈ ഡ്രഗിൻ്റെ കണ്ടുപിടുത്തം. പക്ഷേ 1912 നിന്ന് 1960 എത്തിയപ്പം അമേരിക്ക പോലെ വികസിത രാജ്യങ്ങളിലും ക്രൊയേഷ്യ, ഹംഗറി, സ്വീഡൻ, ജർമ്മനി, അങ്ങനെ ചെക്കോസ്ലോവാക്യ രാജ്യങ്ങളിലേക്കൊക്കെ ഈ സാധനം എത്തിയപ്പം അവിടെയുള്ള ചില കൊബിദ്ദികൾ, ചില കെമിസ്റ്റുകളും ഇതിനെ ഒന്ന് കെമിക്കലി സിന്തസൈസ് ചെയ്തു. എങ്ങനെ? മറ്റൊരു ആംബിറ്റേഷൻ എന്നത്തെ ആഡ് ചെയ്തു. അങ്ങനെ അവൻ്റെ രൂപത്തിനെയും ഭാവത്തിനെയും ഘടനകളെയൊക്കെ ഒന്ന് മാറ്റി. അങ്ങനെ മെത്ത്, കൂൾ, ക്ലാറ, കോൾബർ, വൈറ്റ് മെല്ല് എന്ന് പറഞ്ഞ 16 പേരുകൾ ഇനി സാധനം അറിയപ്പെടുന്നുണ്ട്. ഓരോ രാജ്യത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ചും വ്യതിയാനത്തിനനുസരിച്ചും ഈ സാധനത്തിൻ്റെ രൂപഭാവങ്ങളിൽ പേസ്റ്റ് രൂപത്തിലും പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ ക്രിസ്റ്റൽ രൂപത്തിലും എല്ലാം ഈ സാധനം കിട്ടുന്നുണ്ട്. എക്സ്പെഷ്യലി കേരളത്തിൽ കിട്ടുന്നത് ക്രിസ്റ്റൽ രൂപത്തിലാണ്. ഇതിൻ്റെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ സാധനം എന്ന് പറയപ്പെടുന്നത് ആദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. കണ്ണുകൾക്കോ അല്ലെങ്കിൽ സംസാരത്തിനോ ശരീരത്തിൻ്റെ താളത്തിനോ ബോഡി ലാംഗ്വേജിലോ ഒരു ചേഞ്ചും ഇതിനകത്ത് കാണില്ല. ഒരു 3-4 പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്കും ഈ സാധനം കിട്ടാതെ വരുന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. നല്ല ഒരു ഗ്രാമിന് 5000-ഓളം വില വരുന്നുണ്ട്. സാധനം ഉപയോഗിക്കുന്നത് ഡയറക്റ്റായിട്ട് സിഗരറ്റിലൂടെ അല്ല ഉപയോഗിക്കുന്നത്. മൊബൈൽ എന്ന് പറയുന്ന ഏതെങ്കിലും ഇത്തരത്തിലുള്ള നല്ല ഒരു വൃത്തിയായിട്ടുള്ള നല്ല ഒരു പ്രതലമാണ് ഇതിന് വേണ്ടത്. ആ പ്രതലം ഉപയോഗിക്കുന്ന കാര്യം പഠിപ്പിച്ചു തരുമല്ലോ കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ പറയുകയാണ്. ഇനി ഇതിന് ദുർവ്യാഖ്യാനിക്കപ്പെടുന്നു. ഇത് വീഡിയോ കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്ന ബിരുദന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ദുർവ്യാഖ്യാനല്ല, ഈ സാധനം എന്ന് പറയുന്നത് സർവർക്കും അറിയാം. പക്ഷേ അറിയുന്ന കൂട്ടത്തിൽ ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം മാത്രം കാണിച്ചു തരാം. അതൊന്ന് കണ്ടോണം എന്താണെന്ന് ഞാൻ പറയാം. ഒരു മിനിറ്റ്. ഇതേപോലെ മൊബൈൽ ഫോണിൻ്റെ മുഖത്ത് നമ്മൾ ചെറിയ പ്ലാസ്റ്റിക്കിനകത്ത് നമ്മൾ തള്ളവരൻ്റെ വലിപ്പമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാഗ് ഉണ്ടാവും. നമ്മൾ ഈ അച്ചാർ കണ്ടില്ലേ, പുളി അച്ചാർ, എന്തായാലും പേര്, ചെറിയ പുളി അച്ചാർ കറുത്തിട്ട് ഇല്ലേ മക്കളെ, കണ്ടിട്ടില്ലേ? എന്ത് അത് അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. അത് വെളുത്തിട്ടായിരിക്കും. അതിൻ്റെ വില എത്രയാണെന്നറിയാം? 5000 രൂപയാണ്. എത്രയാ? 5000. ഒരു ഗ്രാമിൻ്റെ വിലയാണ് 3000 തൊട്ട് 4000 രൂപ വില വരുന്നുണ്ട് ഈ സാധനം. ഇപ്പം അതിനകത്തേക്ക് മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ ഇല്ലാതൊക്കെ വരുന്നുണ്ട്, ഈ സാധനം വരുന്നുണ്ട്. അപ്പം ശ്രദ്ധിച്ച് കേട്ടണം. ഫസ്റ്റ് ക്വാളിറ്റി ആകെ കുറേ പറഞ്ഞാണ്ട് നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. അതിനെക്കുറിച്ച് നമ്മൾ വലിയൊരു കെമിക്കൽ അതിനൊന്നും പഠിക്കാതെ. അപ്പം ഈ സാധനം ഇതിനെ പുറത്ത് ഇട്ടതിന് ശേഷം പൊട്ടിച്ചിടും. ഇത് ഇടുന്നതൊക്കെ പോലെ വീഡിയോ ഉണ്ട്, ഞങ്ങൾ വീഡിയോ കാണിച്ചു കൊടുക്കാറുണ്ട്. അത് വിടുമ്പോൾ ഒക്കെ കാണണേ, ഇത് പൊട്ടിക്കുന്നവർ 2-3 പേരൊക്കെ ഒന്നിച്ച് നിന്നിട്ട് പൊട്ടിക്കുമ്പോൾ കാണാം എടാ എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പിടിക്കും, നിലത്ത് പോകാതൊക്കെ അങ്ങനെ ഉറ്റി നോക്കി നിൽക്കും. ഇങ്ങനെ അതിന് മുകളിൽ ഇങ്ങനെ ഇടും. ഇട്ടതിന് ശേഷം ATM കാർഡ് ക്ഷമിക്കണം, ഈ സാധനം പൊട്ടിച്ചിടുന്നതിന് മുമ്പ് നോട്ട് തന്നെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത് പറയുന്നതിലൂടെ ചിലവർക്ക് ഇതെങ്ങനെയാണ് ഇതെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ട. ചില നോട്ടുകളുടെ നടുക്ക് ഇങ്ങനത്തെ ചില ലൈൻ ഉണ്ടോ നോക്കണം. നോട്ട് ഇങ്ങനത്തെ പുതിയ നോട്ടായിരിക്കും. ആ നോട്ട് ഇങ്ങനൊരു വരയുണ്ടോ നോട്ടിന്. ഈ നോട്ട് ഇങ്ങനെ ആക്കി മാറ്റും. ഇതിനകത്തേക്ക് ഈ സാധനം പൊട്ടിച്ചിടും. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ പിടിക്കും. ഈ സാധനം പിടിച്ചേ, ഈ സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് പിടിക്കും കയ്യിൽ. അപ്പം എന്താ, ഇതിനകത്ത് ഈ സാധനം ഉണ്ട്, ഇരിപ്പുണ്ട്. ഇതിനകത്ത് 1 ഗ്രാം സാധനമുണ്ട്, 5-6 പേരും ഉണ്ട് അപ്പുറത്തെ.
ATM കാർഡ് എടുക്കും, എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കും, ഇങ്ങനെ ഇങ്ങനെ ഇവനോട് പൊടിക്കുകയാണ്, ഇങ്ങനെ എന്നിട്ട് വീണ്ടും ഒന്ന് ഇങ്ങനെ ആക്കി ഇങ്ങനെ പൊടിക്കും. ഇവന്മാർ ബിരുദന്മാരാട്ടോ, അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആക്കി ശേഷം ഇത് പതുക്കെ ഇവിടെ വെക്കും. എന്നതിന് ശേഷം ഈ സാധനം പതുക്കെ എടുത്തിട്ട് ഇതിന് പുറത്ത് ഇങ്ങനെ ഒരു ലൈൻ ഇടും, ഒറ്റ ലൈൻ സാധനം ഇടും. എന്നതിന് ശേഷം ഈ സാധനം ഒരാളെ കൈ കൊടുക്കും. അയാളത് പതുക്കെ ഇങ്ങനെ തുറന്നിട്ട് അയാൾ അതിനെ പതുക്കെ ഒരു പൈപ്പാക്കി മാറ്റും, ഒരു മൂക്കിൽ വെക്കുന്ന പൈപ്പാക്കി മാറ്റും ഇങ്ങനെ. അപ്പോൾ ഈ സാധനം മറ്റാളുടെ കയ്യിലായിരിക്കണേ. വേറെ ആൾ ATM കാർഡ് വീണ്ടും എടുത്ത് കൊടുക്കും. കൊടുത്ത ശേഷം ഈ ഒറ്റ ലൈനിനെ 5 പേരാണെങ്കിൽ ഈ ഒരു ലൈനെ 5 ലൈനാക്കി മാറ്റും, 5 ഭാഗങ്ങളാക്കി മാറ്റും. ഓരോരുത്തർക്കും ഓരോ ലൈൻ. അങ്ങനെ ഈ സാധനം ഒരാൾ മൂക്കിൽ വയ്ക്കും, ഒരു മൂക്ക് അടച്ചു പിടിക്കും, ഒരു ലൈൻ ഒരാൾ വലിച്ചെടുക്കും. ഇതാണ് ഇതിൻ്റെ രീതി. അങ്ങനെ 5 പേരും കൂടെ ഈ 5 ലൈനെ വലിച്ചെടുക്കും. അങ്ങനെ 5000 രൂപ 5 ആൾ മൂക്കിലൂടെ അകത്തേക്ക് പോകും. അപ്പം കഴിഞ്ഞു. ഈ സാധനം അകത്തേക്ക് ചെന്നാൽ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. രൂപത്തിലും ഭാവത്തിലും വലിയ മാറ്റമൊന്നുമില്ല. സിഗരറ്റ് ആണെങ്കിൽ മണം ഉണ്ടാവും, അല്ലെങ്കിൽ കയറുണ്ടാവും, അല്ലാത്ത കറയൊക്കെ കാണാൻ പറ്റും, മദ്യവെച്ച് ആടാൻ പറ്റും, സ്മെല്ലിൻ്റെ അതൊക്കെ ഉണ്ടാവും. ഈ സാധനം അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ 4-5 പ്രാവശ്യം ഉപയോഗിക്കുമ്പം ഈ സാധനം കിട്ടാതെ വരുമ്പം ഒരുപക്ഷെ നമ്മൾ മക്കളെ ഒന്ന് ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് അവരെ പുറകെ നടന്ന് അവർ നമ്മളെ ഫോളോ ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മുടെ സാന്നിധ്യം അവർ മാറ്റി നിർത്തപ്പെടും. കാര്യം അവർക്കത് വാങ്ങണം, ഇത് ഉപയോഗിക്കണം, അതിനൊക്കെ സ്പേസ് വേണം, പണം വേണം, കൂട്ടുകാരെ വിളിക്കണം, ഇത് കണ്ടെത്തണം. അപ്പോൾ അതേപോലെ തന്നെ ഇത്തരം കുട്ടികൾ പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ സമയം കഴിയുമ്പം വിഡ്രോൾ സിംറ്റം കാണിക്കും, അവർ അടങ്ങിയിരിക്കില്ല. അപ്പോഴായിരിക്കും അവരുടെ രീതികളൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നതൊക്കെ. അപ്പം വീടുകളിൽ സാധാരണ നമ്മൾ ഇവരെ കണ്ടുവരുന്ന മക്കൾ രാത്രിയൊക്കെ ഉറങ്ങാതെ ഇരിക്കും, നേരം വിളിക്കുന്നവരെ ലൈറ്റ് ഇട്ടിരിക്കും, മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കും, കുളിക്കില്ല, നനയ്ക്കില്ല, മുടി വെട്ടില്ല, നഖം വെട്ടില്ല, അവർ വണ്ടികളൊന്നും കഴുകൂല, അവർ ബെഡ്ഷീറ്റുകൾ കാര്യങ്ങളൊന്നും വിരിച്ച് വെക്കൂല. ആദ്യത്തെ പോലെയല്ല, അവൻ നല്ല വർത്താനം പറയുന്നില്ല, ദേഷ്യമാണ്, തൊട്ടാലും പിടിച്ചാലൊക്കെ ദേഷ്യം, ഉമ്മയോട് ദേഷ്യം, ഉപ്പയോട് ദേഷ്യം. അവനോട് ദൈനംദിന ജീവിതത്തിനകത്തെ പ്രാഥമിക കർമ്മങ്ങളെക്കുറിച്ച് ഒരു തരത്തിലും പറഞ്ഞാൽ ഇത്തരം ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. നിരന്തരമായി കേൾക്കുന്ന ചില ഉപദേശങ്ങളെ ശക്തിയുക്തമായി തിരസ്കരിക്കാൻ തുടങ്ങും. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറഞ്ഞു വരുന്നത്. അപ്പോഴേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണത്തിൻ്റെ ചില രീതികൾ മാറ്റം വന്നിട്ടുണ്ടാവും, ഉറക്കത്തിൻ്റെ രീതികൾ പാടെ മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങളെയും സ്വന്തം സഹോദരി, അനിയത്തിക്കുട്ടി, വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സുകൾ അല്ല വീട്ടിലെന്തെങ്കിലും ക്യാറ്റ് ഇതിനോടൊന്നും കളിക്കുന്നതൊക്കെ നിർത്തും, പാടെ നിർത്തും, ഒന്നും തൊടാതെയോ നോക്കാതെയോ തീർത്തും ഒറ്റപ്പെട്ട് പോകും. അസമയങ്ങൾ ഏതെങ്കിലും വണ്ടികളോ കാറോ വീടിന് മുറ്റത്ത് വരും, അവരുടെ കൂടെ യാത്ര ചെയ്ത് പോകുന്ന കാണാൻ പറ്റും. അങ്ങനെ വരുമ്പം ശ്രദ്ധിക്കണം, അത്രയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കണം. അവരുടെ മുറികൾ പരിശോധിക്കണം. എങ്ങനെയാണ് മുറി പരിശോധിക്കുക? പണ്ടൊക്കെ പറയും മാസം ഒരിക്കലെങ്കിലും മക്കളെ മുറി പരിശോധിക്കും. മാസത്തിലല്ല, ആഴ്ചയിലല്ല, ദിവസത്തിലല്ല, ദിവസം 2 പ്രാവശ്യം നോക്കണം. ദിവസം 2 പ്രാവശ്യം മക്കളെ മുറി പരിശോധിക്കണം. നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ട ആരാന്നറിയാമോ? നിങ്ങൾ മക്കളെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ട ആരാ? നിങ്ങൾ മക്കളെയാണ്. ഏതെങ്കിലും മകൻ നിങ്ങളോട് പറയാം, ഉപ്പ അന്ന് ഞാൻ സിഗരറ്റ് വലിച്ചു നോക്കിയപ്പോൾ തുമ്മിയിട്ട് ഉപ്പാ പറയണ്ട. ഏതെങ്കിലും മോൻ ഒന്ന് പറയുമോ, അമ്മ ഒന്ന് അൻസ് വെച്ച് നോക്കിയപ്പോൾ ചൂടിൻ്റെ അടിയിൽ വേർത്തിട്ട് ആകെ പൊള്ളി ഞാൻ വെക്കൂല പറയോ? ഇല്ല. കാര്യം എന്താ? ഉപ്പയ്ക്കും ഉമ്മയുടെ ഹൃദയം തകർന്നു പോകുന്നറിയാം. ലഹരി പദാർത്ഥങ്ങൾ, ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ അവരുപയോഗിച്ചു എന്ന് അവൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ ഹൃദയം തകർന്നു പോകുമെന്ന് മക്കൾക്കറിയാം. അവൻ വേറെന്തും പറയും, ഇത് രണ്ടും അവൻ പറയില്ല. അപ്പോൾ അതുകൊണ്ട് മക്കളുടെ ഇന്നിൻ്റെ രീതി എന്ന് പറയപ്പെടുന്നത് അത്ഭുതകരമായ രീതികളാണ്. ഇന്ന് ശ്രദ്ധിച്ചോളം, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 7, 8, 9 വരെയും 10-ലെത്തിയപ്പോഴാണ് ലോകം അറിഞ്ഞത്. ഒരു മുഖ്യധാര ചാനലിലൂടെ അവൾ വിളിച്ചു പറഞ്ഞു. കാര്യം 7ാം ക്ലാസ്സിൽ പഠിക്കും അമ്മയുടെ ഫോണിലൂടെ ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കി 20 ഗ്രൂപ്പിനെ ഉണ്ടാക്കി. 7ാം ക്ലാസ് തൊട്ട് ലഹരി ഉപയോഗിക്കുന്ന കുട്ടി 9 എത്തി. അവളെ മേത്ത് മൊത്തം കൈ മുറിവുകൾ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് സംശയവും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോഴേ തിരിച്ചറിഞ്ഞു. അങ്ങനെ എത്രയോ കുട്ടികൾ, ഏകദേശം 14,000-ഓളം വരുന്ന ഇത് 16-18 വയസ്സ് താഴെയുള്ള കുട്ടികൾ ഈ പ്രബുദ്ധ കേരളത്തിലുണ്ട്. അവരുടെ ഊരും പേരൊന്നും പുറത്തു പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾ ഉപയോഗിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിലോ മറ്റുള്ള കേസുകൾ എടുക്കുമ്പോഴൊക്കെ നിയമ നടപടികൾ, അവരുടെ ബാലസംരക്ഷണ അവകാശം, അത്തരം ഒരുപാട് നിയമ സംഹിതകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ പലതും പ്രോപ്പർ ചാനലിലേക്ക് എത്തിക്കാനും നിയമ സംവിധാനത്തിന് പറ്റാതെ പോകുന്ന ഒരു വലിയ ദുരന്തം ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളെ കയറി പിടിക്കുന്നത്, കുട്ടികളെ അതിനെ തിരഞ്ഞെടുക്കാൻ കാരണം ഇതിൻ്റെ പിന്നിൽ ഇതാണ്. അതുകൊണ്ട് മക്കളെ നോക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗം മാത്രമല്ല, എക്സൈസിൻ്റെ ഭാഗം മാത്രമല്ല, ഇവിടുത്തെ മഹിളൻ്റെയോ അധ്യാപനം മാത്രമല്ല. അതിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി, ഹു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, നോ ഡൗട്ട് നമ്മൾ തന്നെയാണ്. നമ്മളെന്ന് പറയുന്ന ആരാ? പേരൻസ് എന്നല്ല പറഞ്ഞേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓൾ ആർ ഈക്വൽ റെസ്പോൺസിബിലിറ്റി. നടന്നു പോകുന്ന വഴിയിൽ ഏതെങ്കിലും കൊല്ലത്തിലോ അല്ല നമ്മളീ പറയുന്ന ഏതെങ്കിലും സ്ഥലത്തെ ബസ് സ്റ്റാൻഡിലോ തൂണിലോ അല്ലെങ്കിൽ മൂത്രപ്പുരയുടെ പിന്നിലോ പുഴക്കരയിലോ നദിക്കര തെങ്ങിൻ തോട്ടത്തിലോ എവിടെയെങ്കിലും പറക്കമുറ്റാത്ത കുട്ടികൾ, കുരുത്തം കെട്ടവൻ തലതെറിച്ചവൻ താന്തോന്ന് വിശേഷിക്കുന്ന മക്കൾ ഇങ്ങനെ വെക്കുകയോ വലിക്കുകയോ ഒക്കെ കണ്ടാൽ പോകണം, അടുത്ത് പോകണം. അല്ലെങ്കിൽ ഫോണിലൂടെ വിളിക്കണം, കൂട്ടുകാരെ വിളിക്കണം. എടാ നീയും കൂടെ കൊണ്ട് പോകാം, 2 ചെറുക്കന്മാർ ഇവിടെയുണ്ട്, വഴക്കും കാര്യമൊന്നും പറയണം, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറയണം. മോനെ എൻ്റെ പേര് ഇന്നതാണ്, ഇന്ന സ്ഥലത്ത് നിന്നാണ്, അധ്യാപകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, ഞാൻ ഡോക്ടർ അല്ലെങ്കിൽ പറഞ്ഞ് അവരെടുത്ത് പോയി എന്താ പേരെന്നൊക്കെ ചോദിച്ച് അവരുടെ ശരീരത്തെ നിങ്ങളൊന്ന് കൈതൊട്ടാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ച് നമ്മുടെ അയൽപക്കങ്ങളിൽ, നാടുകളിലും, കുഴിയിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടാൽ നമ്മൾ ഇടപെടണം. ഇടപെടുമ്പോഴാണ് ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മുടെ സ്വന്തങ്ങളും ബന്ധങ്ങൾ കയറി ഇടപെടും. നമ്മൾ കണ്ടിട്ടും കാണാതെ പോയാൽ നമ്മുടെ നാടിൻ്റെ ദുരന്തമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിയെ നാട്ടിൽ പോലീസോ എക്സൈസോ പിടിച്ചാൽ അത് ഈ മഹലിൻ്റെ ദുരന്തമാണ്. നമ്മുടെ അയൽപക്കത്തൊരു കുട്ടിയെ പോലീസ് എക്സൈസ് പിടിച്ചാൽ നമ്മുടെ അയൽപക്കത്തിൻ്റെ ദുരന്തമാണ്. നമ്മൾ കാണാതിരുന്നതിൻ്റെ ഫലമായി കേൾക്കാതിരുന്ന ഫലമാണ്. കേൾക്കാത്ത കാതുകളും കാണാത്ത കണ്ണുകളുമാണ് ഈ നാടിൻ്റെ ദുരന്തം. മറന്നു പോകരുതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാട് നേരിടുന്ന 2 ദുരന്തം പറഞ്ഞു. ഒന്ന് സൈബർ അഡിക്ഷനും, മറ്റൊന്ന് ഡ്രഗ് അഡിക്ഷനും. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ FIR എടുത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ അതിനകത്ത് എല്ലാത്തിലും ഒരു 50% FIRകൾക്കകത്തും ഒരു സൈബർ അലൈൻമെൻ്റ് ഉള്ള ഒരു ഭാഗം കാണാൻ പറ്റും. ഒരു 50%-ത്തും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തം കാണാൻ പറ്റും. എന്താ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തം? 5 വയസ്സുള്ള കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊന്നവൻ്റെ പിന്നെ ലഹരിയുണ്ട്. 54 വയസ്സുള്ള അമ്മയുടെ ഉദരത്തിൽ കത്തിയതിൻ്റെ പിന്നെ ലഹരിയുണ്ട്. 26,750 FIR രജിസ്റ്ററിനകത്ത് ലഹരിയുടെ സാന്നിധ്യമുണ്ട്. ഇതെല്ലാം ലഹരി സാന്നിധ്യമുണ്ട്. സൈബർ അലൈൻമെൻറ്റ് ഇഷ്ടമോ നടക്കുന്നു. മൊബൈൽ വാലറ്റുകൾ, മൊബൈൽ തട്ടികൾ, ഇൻ്റർനെറ്റ് ബാങ്കിങ്ങുകളായിട്ട് നമ്മളുടെ അകത്ത് ബ്ലെയിം ചെയ്യുന്നു, നമ്മളെ സൈബർ ഹള്ള് ചെയ്യുന്നു. എല്ലാം ഈ പറയുന്ന സൈബർ ഭാഗങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. പ്രബുദ്ധ കേരളം ഒരു ഫോൺ മെസ്സേജിലൂടെ ഹർത്താൽ നടത്തിയ സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകളിൽ ഹർത്താൽ നടന്നു. അങ്ങനെ ഒരു ഫോൺ മെസ്സേജിലൂടെ വംശീയ ലഹളകളെ, വർഗീയ ലഹളകളെ ഇളക്കി വിടാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഇതത് പറയപ്പെടുന്നത് എല്ലാ മേഖലകളിലും ഇത് സൂക്ഷിച്ച നല്ലവനാ, സൂക്ഷിച്ചാൽ. അപ്പോൾ പറഞ്ഞു വരുന്നത് സമസ്ത മേഖലകളിൽ ദുരന്തം നടക്കുന്നുണ്ട്. ഈ ദുരന്തത്തെ എങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ നമ്മൾ അതിജീവിക്കാൻ എങ്ങനെയാണ് നമുക്ക് പറ്റും? ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഭർത്താക്കന്മാർക്കെതിരെ കച്ചവടമുണ്ടെങ്കിൽ, ആ ചെയ്യുന്ന ഭർത്താക്കന്മാർ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കച്ചവടം ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് എവിടെയെങ്കിലും സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരാണ് ഈ മീഡിയ വർക്ക് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മീഡിയ സാന്നിധ്യപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, നമ്മളുടെ ഏതെങ്കിലും ഭർത്താവോ സഹോദരനോ ഇല്ലെങ്കിൽ സ്വന്തത്തിലോ ഉറ്റവരോ ഉടയവരിലോ ആരെങ്കിലും കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സിഗരറ്റ് ഉൽപ്പന്നങ്ങളോ ബീഡികളോ ആൻസോ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരുണ്ടോ ഇല്ലയോ? അങ്ങനെ വിൽക്കുന്നവരുണ്ടെങ്കിൽ, അവർക്ക് പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിൽക്കുന്ന സമയത്തോ ഏതെങ്കിലും ദൂരദേശത്തുള്ള മഹലിൽ നിന്നാണ്ട് ചെറുക്കൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ അവിടുത്തെ കത്തീബിനെ ഉസ്താദിനെ വിളിച്ച് ചോദിക്കരുത്, എന്ത് ചക്കൻ വലിക്കോ കുടിക്കോ എന്ന് ചോദിക്കരുത് കേട്ടോ. കെട്ടിച്ചു കൊടുത്തേക്കണം. കാര്യം എന്താ? നമ്മളിത് വിൽക്കുന്ന ആളല്ലേ, നമ്മൾ സിഗരറ്റ് വിൽക്കുന്ന ആളല്ലേ, സിഗരറ്റ് വിൽക്കണ വരുമ്പം വന്നോട്ടെ. അപ്പം അങ്ങനെ ചിന്താഗതി നമ്മൾ ഉണ്ടാകണമേ എന്ന് എൻ്റെ അപേക്ഷയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് പരിശുദ്ധ ഖുർആനകത്ത് ഈ പറയുന്ന ഹദീസും ആയത്തിനകത്തൊക്കെ പ്രവാചക സന്ദേശങ്ങളിലോ എവിടെയെങ്കിലും ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ ഒരു ഇസ്ലാമിന് അനുമതി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ എല്ലാവരും ഉത്തരം പറയുക. പക്ഷെ പിന്നീടും എന്തേ നമ്മുടെ സഹോദരന്മാർ ഇത് വിൽക്കുന്നു? ആ സഹോദരൻ വിശ്വാസിയല്ലേ? വിശ്വാസിയാണ്, പേരിൽ വിശ്വാസി, പേരിൽ ഒരു ഇസ്ലാം മത വിശ്വാസി, പക്ഷേ കർമ്മത്തിൽ വിശ്വാസിയല്ല അവൻ. ഞാൻ ഫിലിപ്പ് മുമ്പാടെന്ന് പറയുന്ന പോലീസുകാരൻ ക്രിസ്ത്യാനിയുടെ ലേബലിൽ ജീവിക്കുന്നവൻ, പക്ഷേ ക്രിസ്തുവിന് ഹനിക്കപ്പെടുന്ന ചിന്താഗതികളെ കൊണ്ട് നടക്കുന്നവനാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ല. ഇതെല്ലാം നമുക്കറിയാം, പലപ്പോഴും അറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ പലതും മറന്നു പോകുന്നുണ്ട്. പെരുന്നമണ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഈ ഹാൻഡ്സ് പിടിച്ചിട്ട്, കോട്ട് പാക്ട് ഹാൻഡ്സ് പിടിച്ചിട്ട് നാളെ 5 പ്രാവശ്യം പിടിച്ച ആൾ 6ാമത്തെ പ്രാവശ്യം വന്നിരിക്കുക. ഞാൻ നിങ്ങൾ ചോദിച്ചു, അൻഷിതയുടെ കഥ അറിയുമോ എന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. എന്നാൽ ചോദിച്ചു, 5 പ്രാവശ്യം നിങ്ങളുടെ വന്നിട്ടില്ലേ? ഉണ്ട് സാറേ, ഒന്ന് പെട്ടെന്ന് സ്പീഡാക്കി തരും സാറേ പ്ലീസ്. ആ പീടിയിലവിടെ വേറെ ആളെത്തി വന്നേക്കാം. നല്ല കച്ചവടം നടക്കുന്ന ആളാണ്, പെരുന്നമണ അങ്ങാടിയിലാണ്, മാർക്കറ്റിലാണ്, നല്ല കച്ചവടം നടക്കുന്നുണ്ട്, വലിയ സമ്പത്തുള്ള ആളാണ്, പെട്ടെന്നൊന്ന് വിടൂ സാറേ, ഇതാ ഐഡൻറ്റി കാർഡ് ഇതാ എന്ന് പറഞ്ഞ് എടുത്തു തരാം, ഒപ്പിടാൻ കൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് 41 നോട്ടീസ് ഒപ്പിടട്ടെ പെട്ടെന്ന് പറയുകയാണ്, ഒപ്പിട്ട് പോകാൻ. 500 ഫൈനുള്ളൂ കോട്ട് പാക്ട് പ്രകാരം. വെറും 500 രൂപ, 3 രൂപയുള്ളൂ ഒരു പാക്ക് ആൻസിൻ്റെ വില. പക്ഷേ ഒക്കെ കുറച്ച് 3 രൂപയുള്ളൂ. ആൻസിൻ്റെ വില 3 രൂപയുള്ളൂ ഒരു പാക്കിന്, ഹോൾസെയിൽ റേറ്റ്. വിൽക്കണത് 50 രൂപയ്ക്കാണ്. എത്ര രൂപ ലാഭം കിട്ടി മക്കളെ? 3 റുപ്യക്ക് സാധനം വാങ്ങി 50 റുപ്യക്ക് വിറ്റു, 47 റുപ്യ ലാഭം കിട്ടി ഒരു പാക്കിൽ അല്ലേ? 10 വിറ്റ് എത്ര റുപ്യയായി? 10 വിറ്റ് എത്ര റുപ്യ കിട്ടും ലാഭം? 470 രൂപ കിട്ടും അല്ലേ? 10 പാക്കറ്റ് വിറ്റാൽ. ശരിയാണോ? ശരിയാണ്. ഈ മനുഷ്യന്മാരോട് പോയി പറയാൻ പറ്റുമോ? നിങ്ങളുടെ വാഴ ഒരു കുറച്ച് സ്ഥലം ഞാൻ തരാം, നിങ്ങൾ വാഴ വെക്കാൻ പറയാൻ പറ്റുമോ? വാഴ വെക്കണേ കുഴി ഉത്തരം, കന്ന് വെക്കണം, ചാണപ്പൊടി ഇടണം, വെള്ളം ഒഴിച്ച് കൊടുക്കണം, ആട് പശു നോക്കണം, താട്ട കുത്തി കൊടുക്കണം, അത് കൊലച്ചങ്ങട്ട് വരുമ്പോഴത്തേന് മൂത്ത് കഴിഞ്ഞ് വെട്ടിക്കൊണ്ട് അങ്ങാടി കൊണ്ട് കൊടുത്താൽ ഒരു 18-20 റുപ്യ കിട്ടും നേന്ത്രക്കായ്ക്ക് കിലോയ്ക്ക്.
ഇതൊന്നും വേണ്ട. ഇതൊരു സെക്കൻഡിൽ ഓരോ നേന്ത്രക്കൊല കൊലയ്ക്കും കടയിൽ. ഇതൊക്കെ ഓരോ കൊല കൊലച്ച് മൂത്ത് കായായി ടൗണിൽ കൊണ്ട് വിറ്റ് പൈസ പോക്കറ്റ് വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും വേണ്ട. ഇതിങ്ങനെ ഇങ്ങനെ കണ്ണ് കാണിക്കും, ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഒരാൾ പുറകിലോട്ട് ഇങ്ങനെ പോകും, വേറെ ആളും പോകും. അവിടെ നിന്ന് ഇങ്ങനെ സാധനം എടുക്കും, ഇങ്ങനെ കൊടുക്കും. എത്ര കൊടുക്കുന്നത്? 10 പാക്കറ്റൊക്കെ ഇപ്പോൾ കൊടുക്കുകയുള്ളൂ. ഒരു പാക്കറ്റ് ഇപ്പോൾ കൊടുക്കൂല, പോലീസൊക്കെ പിടിക്കണോണ്ട്. 10 പാക്കറ്റേ കൊടുക്കുകയുള്ളൂ. പരിചില്ലാത്തൊക്കെ കൊടുക്കത്തുമില്ല. പരിചില്ലൊക്കെ കൊടുക്കുകയുള്ളൂ. 10 വാങ്ങിക്കോണം. 470 500 ഉറുപ്പ്യ കൊടുക്കണം 10 പാക്കിന്. ഇപ്പം ആകെ ചിലവ് എത്രയാ? എത്രയാ മക്കളെ? 10 പാക്കിന് ആകെ ചിലവ് എത്രയാ? 30 ഉറുപ്പ്യ. എത്ര? 30 ഉറുപ്പ്യ. അപ്പോൾ കോയമ്പത്തൂരിൻ്റെ വിലയാണ് പറഞ്ഞത് 30. ഇവിടെ കൊണ്ടുവരണമെങ്കിൽ 2.5-3 രൂപയൊക്കെ വരും. അപ്പോൾ ആകെ ആയ ചിലവ് 30. 470 ഉറുപ്പ്യ, 500 ഉറുപ്പ്യ ലാഭം കിട്ടിയിരിക്കണോ? നിർത്തുവോ? നിർത്തൂല. അവിടെയാണ് എന്താണ് ഹാൻസ് എന്ന് തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ നിർത്തും. എന്താ ഹാൻസ്? എന്താ HANS? ഹാൻസ്. ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് കേരളത്തിൽ പെരുമ്പാവൂരാണ്. ബംഗാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന, ഭായിമാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സാധനം ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് മെഷീൻ ഇപ്പോൾ എടുത്ത് പിടിച്ചത്. സാധനം എന്താ? ശരിക്കും അതിനെ കവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, കവറുണ്ടോ മോനെ? അതിൻ്റെ കവർ നോക്കിക്കഴിഞ്ഞാൽ കവറിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് HANS, ഹാൻസ്. ക്യാൻസർ ബാഗാണ് അതിൻ്റെ യഥാർത്ഥ പേര്, ഞങ്ങൾ പറയും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഷാർട്ടിൽ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് 5 സുഗന്ധവ്യഞ്ജനങ്ങളുണ്ടെന്ന്. 5 സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട് അതിനകത്ത് നിന്ന്. കേൾക്കുന്നുണ്ടോ? 5 സുഗന്ധവ്യഞ്ജനങ്ങളുണ്ടെന്ന്. കണ്ടിട്ടുണ്ടോ? ആൻസർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. 5 സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട് അതിനകത്ത്. ഗ്രാമ്പു, കറുകപ്പെട്ട, ഏലം, പെരിഞ്ചീരകം, ചുക്ക്. ഒരു ചുക്കുമില്ല അതിനകത്ത്. ആകെയുള്ള ചുക്ക് എന്താ ആകെയുള്ള ചുക്ക്? ആർട്ടിഫിഷ്യൽ ടാംകോ ഉപയോഗിക്കുന്നു. എന്താ ആർട്ടിഫിഷ്യൽ ടാംകോ? എന്താണ് ടാംകോ? എന്താ ആർട്ടിഫിഷ്യൽ ടാംകോ? എന്താ? പുളിപ്പർപ്പിൾ എന്ന് പറയുന്ന സ്റ്റെറിലൈസിങ് കപ്പാസിറ്റി ഉള്ള സിറിഞ്ച്, ഗ്ലൂക്കോസ് ബോട്ടിൽ, ഫീഡിംഗ് ബോട്ടിലൊക്കെ തിളപ്പിച്ചാൽ ഉരുകി പോകത്തില്ല. ഡയറക്റ്റായിട്ട് ചൂടാക്കി ഉരിയും. ഇത് വ്യാവസായ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് ഒരു മൈക്രോ 7.6 ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ സാധനം. ആ സാധനം അതിനകത്ത് പുളിപ്പർപ്പിൾ എന്ന് പറയുന്ന മെറ്റീരിയലകത്ത് ആഡ് ചെയ്ത്. എന്താ? വാട്ട് ഈസ് മീനിങ് ഓഫ് പുളിപ്പർപ്പിളിൻ? അതായത് നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ്, ബാഗ്, ഷൂവ്, ഈ സാധനമൊക്കെ അതിൻ്റെ ബിഗിനിങ് സമയത്ത്, അതിൻ്റെ പ്രോസസ്സിങ് സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്ത്? പൂപ്പൽ വരാതിരിക്കാൻ ചേർക്കുന്ന സാധനമാണ് ഈ പറയുന്ന പാരാനൈട്രോഫിനോൾ. അമ്മമാരൊക്കെ കേട്ടോളൂ. നിങ്ങളൊക്കെ നല്ല അച്ചാറിടുന്ന അമ്മമാരുണ്ട് ഇവിടെ, സഹോദരിമാരുണ്ട്. നല്ല അച്ചാറിടും. അച്ചാർ എങ്ങനെ ഇട്ടാലും നിങ്ങൾ പറയും, കുട്ടിയോട് പറയും കൈയിട്ടരുത്, കാലിട്ടരുത്, നനഞ്ഞ സ്പൂൺ ഇട്ടരുതൊക്കെ പറയും. കുറേ എടുത്ത് വയ്ക്കുന്ന പഴകാനൊക്കെ എടുത്ത് വയ്ക്കും അച്ചാർ, അല്ലേ? എടുത്ത് വയ്ക്കും. പക്ഷെ നിങ്ങൾ എങ്ങനെ എടുത്ത് പുറത്ത് വെച്ചാലും ഈ അച്ചാർ എങ്ങനെയാണെങ്കിൽ അച്ചാർ പൂത്തു പോകും. ഒരു വെള്ള പാട പൊള്ളു വരും, പൂത്തു പോകും. നിങ്ങൾ കടയപ്പെട്ട് തൂക്കി അച്ചാർ വാങ്ങിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചാൽ കൈയിട്ടാലും കാലിട്ടാലും സാമ്പാറിന് തവിട്ടാലും അച്ചാർ പൂക്കത്തില്ല. എന്താ ഇടുന്നുള്ള കാര്യം കേട്ടോളൂ. പോളിപെർപ്പിലിൻ, പാരാനൈട്രോഫിനോൾ. ഈ പാരാനൈട്രോഫിനോൾ എന്ന് പറഞ്ഞാൽ റബ്ബർ കർഷകർക്ക് ഉപയോഗിക്കുന്ന സാധനം പൂപ്പൽ വരാതിരിക്കാൻ. ഞാൻ പറഞ്ഞു, ലെതർ, ചെരുപ്പ് ഉൽപ്പന്നങ്ങളുടെ പ്രോസസ്സ് സമയത്ത് ഫാക്ടറിയിൽ വ്യാവസായം ചേർക്കുന്ന സാധനം അതിലുണ്ട്. ഇനി അറിയണമെങ്കിൽ എങ്ങനെ അറിയേണ്ടത്? ഫിലിപ്പമ്പാട് ക്ലാസ് എടുത്ത് അറിയുന്നു. വേണമെങ്കിൽ ചില കാര്യങ്ങൾ അറിയാൻ ഔദ്യോഗികമായിട്ട് സൈറ്റ് ഉണ്ട്. www.national-drug-control-society എന്ന് പറയുന്ന സൈറ്റ് അടിച്ചാൽ അടിയിലേക്ക് വരും. അതിനകത്ത് നമ്മൾ നോക്കണം എന്താണ് ആൻസ് എന്ന് പറയപ്പെടുന്ന സാധനം എവിടെയാണ് പരിശോധിച്ചിട്ടുള്ളത്. നാഷണൽ എക്യുപ്മെൻറ്റ് ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറി ഹൈദരാബാദിൽ ഏക ലബോറട്ടറിയാണ്. അതിനകത്ത് റിസൾട്ട് ഉണ്ട്. അതിൻ്റെ റിസൾട്ട് 2021 അപ്ഡേറ്റ് ചെയ്ത റിസൾട്ട് വന്നിരിക്കുന്നത് എന്താണ്? ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള 154 പരം ഇതിനകത്ത് വകഭേദങ്ങൾ, പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ താൻ ഉപയോഗിക്കുന്നത് അറിയാമോ? ഹാൻഡ്സ് അറിയാമോ? അറിയില്ലല്ലോ. ഇവിടെ ആരും ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ സാധനമൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? കൈക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു കവർ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇടും. എന്നിട്ട് കവർ എടുത്ത് പോക്കറ്റിൽ വെക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആൾക്കാരെയൊക്കെ നോക്കും. എന്നിട്ട് കയ്യിലിട്ട് സാധനം ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇത് പിടിച്ച് താഴോട്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കും. കണ്ടിട്ടുണ്ടോ? അങ്ങനെ വെക്കുന്നത് ചില കണ്ടിട്ടുണ്ട്. ചില ബംഗാളിയും കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഈ ടീമുകൾ സിനിമാ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ തുപ്പിക്കൂട്ടി നിറച്ചും തുപ്പിക്കൂട്ടി വെച്ചിട്ടുണ്ടോ മുന്നിൽ കൂടെ ഒക്കെ. ഇവർ താമസിക്കുന്ന റൂമിൻ്റെ പുറത്ത് ജനലൊക്കെ വെറും തുപ്പിക്കൂട്ടി വെക്കും. കാര്യം എന്താ? ജലാംശത്തിനെ ഒരിക്കലും ഇത് അടുപ്പിക്കൂല. ഈ ഇതെവിടെയും നിലത്ത് കിടന്നൊരു കവർ കിട്ടിക്കഴിഞ്ഞാൽ വായ്ത്തലൊന്ന് വലുതാക്കിയിട്ടൊന്ന് കുലുക്കിയിട്ടൊന്ന് ബാത്റൂമിൽ കൊണ്ടിട്ട് കുടഞ്ഞിട്ട് വെക്കും നിലത്ത് വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് കഥ കടിച്ച് പുറത്തിറങ്ങി അകത്ത് കയറി നോക്കിക്ക് മുതുകാട് മാജിക് കാണിക്കുന്ന പോലെ ഉണ്ടാവും. മുറിക്കകത്തൊരു തുള്ളി വെള്ളം കാണത്തില്ല ബാത്റൂമിൽ, വെള്ളം മൊത്തം പോയിട്ടുണ്ടാവും. ഞാനത് കോളേജിൽ അടുത്തിറക്കി. ഞങ്ങൾ 3 സെക്ഷനാണ് ക്ലാസ് എടുക്കുന്നത്. ഒന്ന് മധുരം, ചമർപ്പ്, കയ്പ്പ്.
മധുരം എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുന്നത് കുറച്ച് ഹൈ റെഡുള്ള കുട്ടികൾക്ക്, PhD ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കാണ് മധുരം സെക്ഷന്. ചമർപ്പ് എന്ന് പറയുന്ന സെക്ഷൻ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹയർ സെക്കൻഡറി തരത്തിലുള്ള കുട്ടികൾക്കും റെസിഡൻഷ്യൽ ഏരിയകൾക്കാണ്. കയ്പ് എന്ന് പറയുന്ന ആദിവാസി മുള്ള ഗോത്രങ്ങൾ ഊരുകളിലും ഇത്തരത്തിലുള്ള പവർ പോയിന്റിൻ്റെ ബേസിക്കിലാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. 3 സെക്ഷൻ ഞങ്ങൾ എടുക്കുന്നുണ്ട്, A1, A2, A3 3 സെക്ഷൻ. അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി പറഞ്ഞാൽ കോളേജിൽ എടുത്തപ്പോൾ EMA കോളേജിലെ കുട്ടി പറയുകയാണ്, സാറേ മെന്തോള്, പേസ്റ്റ്, ഗ്ലിസറിൻ, അമൃതാഞ്ജൻ, പിന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങൾ, ജെല്ലുകൾ, കർപ്പൂരങ്ങളൊക്കെ ഇതേപോലെ നിലത്തിട്ടാലും വെള്ളം പെട്ടെന്ന് അവിടുന്ന് വാനിഷ് ആകും. ആ വാനിഷ് ആകുന്നതിന് പരിമിതി ഉണ്ട് കേട്ടോ, ഒരു പ്രത്യേക സർക്കിളിലെ വെള്ളം ആകത്തുള്ളൂ. പക്ഷെ ഞാനീ പറയുന്ന ആൻസ് എന്ന് പറയുന്ന സാധനം കുടഞ്ഞിട്ട് നിങ്ങൾ ബാത്റൂമിൽ ഇട്ടാൽ ആ ബാത്റൂമിൻ്റെ മൂലക്കകത്തും മുകളെല്ലോ ഇടങ്ങളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണങ്ങി കിടക്കണ കാണാൻ പറ്റും. ഈ സാധനം എടുത്ത് ഇവിടെ വെക്കണേ, ഇവിടെ ഇതാ വെക്കണേ. അപ്പോൾ ഇവിടെ വെച്ചാൽ എന്താ ഉണ്ടാകുക? മൃദുലമായ കോശഭാഗം സമൃദ്ധമായിട്ടുള്ളത് വായുടെ അഗ്രഭാഗങ്ങളിലാണ്. സമൃദ്ധമായിട്ട് ഉമ്മിനി ഗ്രന്ഥികൾ, സമൃദ്ധമായിട്ട് രുചി കുമിളകളുള്ളത് വായുടെ അഗ്രഭാഗങ്ങളിലാണ്. രുചി കുമിളകൾ സമൃദ്ധമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നമ്മൾ ഈ ഗുളിയൊക്കെ അല്ലേ, ഇംഗ്ലീഷ് മരുന്ന് ഗുളിയൊക്കെ നമ്മൾ എവിടെ വെച്ച് കഴിക്കണേ? ഇവിടെയാണോ? ഇവിടെ വെച്ച് എന്താ അറിയും? ഇവിടെ വെച്ച് എന്താ അറിയാം? കയ്പറിയും ഗുളിക അല്ലേ, ഇങ്ങനെ കഴിക്കും. അപ്പോൾ എവിടെ നമ്മൾ ഗുളിക വെക്കുക? മാക്സിമം അകത്തേക്ക് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴിക്കും. കാര്യം എന്താ? രുചി കുമിളകളിൽ ടച്ച് ചെയ്ത ഗുളിയാണ്ട് കഴിക്കും. പക്ഷേ ഈ സാധനത്താണ് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ 5-6 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇത് ഒരു നിമിഷം അല്ല ഇരിക്കും. എപ്പോൾ ഇത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ. ചില വെച്ച് ഈ മൊഴയൊക്കെ മാറിയിട്ടുണ്ടാവും, വലിയ പോലെ പൊത്തക്കുഴി പോലെ ആയിട്ടുണ്ടാവും. ചില പുതപ്പ് വെക്കാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഈ പല്ലൊക്കെ മോളിൽ കയറി ഇങ്ങനെ നോക്കി ഇങ്ങനെ വെള്ളപ്പൂപ്പലുണ്ടാവും ഇവിടെ. പറഞ്ഞു വരുന്നത്, ഈ സാധനം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പറഞ്ഞു തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയണ കാര്യം. ഇവിടെ ഇരിക്കുന്നതല്ല ഉപയോഗിക്കുന്നതല്ല അർത്ഥം. അത് പറയാൻ നമുക്ക് പറ്റിയാൽ ഒരു മനുഷ്യ തിരിച്ചു പിടിക്കാം. ഇനി വേറെ കാര്യം പറഞ്ഞു തരാം. ഈ സാധനം ഉപയോഗിച്ചിട്ട് വരുന്ന അസുഖത്തിൻ്റെ പേരാണ് സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസിസ് സിൻഡ്രം. സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസിസ് സിൻഡ്രം. മൃദുലമായ കോശഭാഗം ദ്രവിച്ച് കുഴിയും പഴുപ്പും നീരും പശയോടും ദുർഗന്ധത്തോടു കൂടി വരുന്ന അസുഖത്തിൻ്റെ പേരാണ് സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസിസ് സിൻഡ്രം. ഇപ്പോൾ പിടിപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ടില്ലേ? ഇല്ലായിരുന്നു. പണ്ടെന്തായിരുന്നു? ഹാൻസ് ആയിരുന്നു. എന്താ ഹാൻസ്? പുകലയും ചുണ്ണാമ്പും സിട്രിക് ആസിഡുമായിരുന്നു. ഇന്ന് കിട്ടുന്ന സാധനം കൃത്രിമമാണ്. അതിനകത്തൊക്കെ എത്ര കെമിക്കൽ ആഡ് ചെയ്ത് വരുന്നു. കാര്യം എന്താ? പണ്ട് കിട്ടിയ ഹാൻസ് എന്ന് പറയുന്ന സാധനം ഒരു മാസം കൂടി കടയിൽ വെക്കാൻ പറ്റില്ല. കാര്യം എന്താ? പൂത്തുപോകും, സ്റ്റോക്ക് പോകും, ആരും എടുക്കൂല. ഇപ്പോൾ കിട്ടുന്ന ഹാൻസ് പൂക്കത്തില്ല. കാര്യം എന്താ? കൃത്രിമമായിട്ട് മറ്റേ എക്സൻസുകളും ഈ പറയുന്ന ഇൻഡസ്ട്രി പർപ്പസുള്ള കെമിക്കലുകൾ ചേർക്കുന്നു. വിൽക്കാൻ അനുമതിയില്ല. കൊണ്ടുവന്ന് ചാക്കി കെട്ടി മാസങ്ങളിരുന്നാലും പൂത്തു പോകത്തില്ല. എപ്പോഴും കച്ചവടം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ അസുഖം കണ്ടു തുടങ്ങി. എവിടെയാണ് ഫസ്റ്റ് റിപ്പോർട്ട്? ഇവിടെ വയനാട് ജില്ലയിൽ വൈത്തിരി സ്വദേശി ഗോപാലനാണ്. 23ാമത്തെ വയസ്സിൽ കലാഭമണി മരിക്കുന്നത്. 4 ദിവസം മുമ്പ് മരിച്ചുപോയി. കലാഭമണിയുടെ ട്രൂപ്പിലൊക്കെ പാടുന്ന ആളായിരുന്നു. എന്താ പറ്റിയ എന്താ? രാവിലെ പാടാൻ വേണ്ടിയിട്ട് ഗാനമേള ട്രൂപ്പ് പോകുമ്പോൾ ഇങ്ങനെ പല്ല് വെക്കുക സ്പീഡിൽ. അപ്പോൾ നോക്കുക ബ്രഷ് ഇതിൽ തുളച്ച് പുറത്തേക്ക് വന്നു. ബ്രഷ് ഇതിലെ പുറത്ത് വന്നു. അതിൽ ബ്രഷ് ഇതിലെ പിടിച്ചിട്ട് വലിച്ചെടുത്തു. ബ്രഷ് കരഞ്ഞു, അമ്മമാരുടെ കരഞ്ഞു. അതിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് തള്ളി നോക്കിയപ്പോൾ ഇതിലെ കൈ വിരൽ പുറത്തോട്ട് വന്നു. അങ്ങനെ കൽപ്പറ്റ പ്രാതിനിധ്യത്തിൽ കൊണ്ടുപോയി പരിശോധിച്ചു. ദ വെർട്ടിക്കൽ കളർ റൈറ്റ് ഇൻസൈഡ് ഒരു കളറുണ്ട്. നേരെ റെഫർ ചെയ്തു റിജണൽ ക്യാൻസറിൻ്റെ തിരുവനന്തപുരം. പരിശോധിച്ചു. ആ CCTVയുടെ ദൃശ്യമുണ്ട്. ഈ അമ്മയും മകനും വന്നിട്ട് കൗൺസിലും പറയുന്നുണ്ട്, ഇനി സങ്കടപ്പെടേണ്ട, ഏകദേശം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഇനി വിഷമിക്കേണ്ട, അതിന് അതിജീവനം നടത്തണം, നമുക്ക് കൗൺസിൽ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ മോളെന്ന് ചോദിച്ചുകൊണ്ട് ഈ അമ്മ ഈ മകനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ തള്ളി കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ കരഞ്ഞിട്ട് അടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. മകൻ നിർജ്ജീവ അവസ്ഥയിൽ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം തലകണയ്ക്കകത്തൊന്നും അടുപ്പിൻ്റെ അവിടെ നിന്നും മോളിൽ നിന്നൊക്കെ എൻ്റെ കുഞ്ഞ് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് താന്ന് പറഞ്ഞിട്ട് എന്നെ അമ്മനെ നീ തെറി പറഞ്ഞിട്ട് അമ്മ നിന്നെ പ്രാഗിയിട്ടില്ലല്ലോ, എൻ്റെ കുഞ്ഞിന് എന്താ ഇങ്ങനെ പറ്റിയെന്ന് ചോദിച്ചേ. 3 വർഷങ്ങൾക്ക് ശേഷം ഗോപാലൻ മരിച്ചുപോയി. ഗോപാലൻ്റെ വീഡിയോ ഉണ്ട്. www.national.society ഔദ്യോഗിക സൈറ്റിൽ പബ്ലിക്കേഷൻ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി പ്രസിദ്ധപ്പെടുത്ത വീഡിയോ ആണ്. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും പഴുപ്പ് ഇങ്ങനെ ഒഴുകുമ്പോൾ തുടച്ചുകൊണ്ട് പറയുന്നത്, എനിക്ക് വന്ന ഗതി നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് സുന്ദരനും നല്ല രീതിയിൽ പാട്ട് പാടുന്ന ഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഗോപാലൻ എന്നില്ല, അമ്മ ഇന്ന് RCCയിലുണ്ട്, ജനറൽ ക്യാൻസറിൽ ജോലി ചെയ്യുന്നുണ്ട്, അമ്മ സ്വന്തം ജോലി ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ഹാൻസ് എന്ന് പറയപ്പെടുന്ന സാധനം ചില്ലറക്കാരനല്ല, ഇത് വിൽപ്പന നടത്തുന്നവൻ്റെ കുടുംബം എന്തായി തീരുമെന്ന് എനിക്ക് ഒരു വിവരമില്ല. ഇത് വിൽപ്പന നടത്തുന്ന ആളെ ഗതി എന്ന് ആലോചിച്ച് നോക്കി. ആ വിൽപ്പന നടത്തുന്നതിനാണ് ഒരു ഗ്ലാസ് നാരങ്ങ നിങ്ങൾ കുടിച്ച് ഞങ്ങളെ ഗതി എന്താവും? നമ്മൾ മക്കളെ ഗതി എന്താവും? സിഗരറ്റ് വലിച്ചു എന്ന് 18 വയസ്സാൻ്റെ അമ്മ ഹൃദയം പൊട്ടി ഊതട എന്ന് പറയുമ്പം അമ്മയുടെ ഉറക്കം കഴുത്തിട്ടുണ്ടെങ്കിൽ അത് വിൽപ്പന നടത്തിയവനെ നീ അത് എടുത്തു കൊടുത്തതിൻ്റെ പൈസ പെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കണ്ണുനീരിൻ്റെ ശാപമാണ് നിന്റെ കുടുംബത്തിൻ്റെ ദുരന്തം. ഫിലിപ്പമ്പാടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല.
ആ സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്ന മകനെ പിടിച്ചെടുത്ത് ഊതടാ, എൻ്റെ മുഖത്ത് ഊതടാ, ഊത്, ഉപ്പല്ല നിന്നെ അങ്ങനെ വളർത്തിയല്ലേ, സിഗരറ്റ് വലിച്ചില്ലേ, ഉമ്മയുടെ മുഖത്ത് ഊതടാ എന്ന് ഹൃദയം പൊട്ടിയൊരമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ വലിക്കാൻ അത് എടുത്ത് കൊടുത്ത് പൈസ വാങ്ങി പെട്ടിലിട്ടവനാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന നീ എങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി. അവിടെയാണ് തിരുത്തലുകൾ വേണം. 18 വയസ്സ് താഴെയുള്ള കുട്ടിക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കില്ല എന്ന ഹൈക്കോടതി സുപ്രീം കോടതിയുടെ വിധിയല്ല അവിടെ എഴുതി ഒട്ടിക്കേണ്ടത്. എൻ്റെ കടയ്ക്കകത്തും പരിസരത്തും യാതൊരു തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനോ അത് ഞാൻ വിൽക്കുകയില്ല, KT സുലൈമാൻ എന്ന് എഴുതി ബോർഡ് വെക്കണം അവിടെ. അത് അടുത്ത കടക്കാരൻ കാണണം. ഇങ്ങനെ അവനിലും ബോധം ഉണ്ടാകണം, മറ്റവനും കാണണം, അവനും ബോധം ഉണ്ടാകണം. അങ്ങനെ കുറേ പേര് ഈ ബോധം വന്ന് കാഞ്ഞിരപ്പള്ളി ഒരു ദേശം മൊത്തം സമ്പൂർണ്ണ ലഹരി വിവിധ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കാൻ ഞാനും മകേഷും പോകാതിരിക്കുക. അവിടെ ഒരു മനുഷ്യൻ്റെ ബിലീവ് മൈൻഡാണ്, ഒരു മനുഷ്യൻ്റെ ബിലീവ് മൈൻഡ്. ഇനി അൻഷിത എന്ന് പറഞ്ഞ പൊന്നുമോക്ക് ഉണ്ടായെന്നെന്താ, ഞങ്ങൾ പോയി ഇതേപോലെ ആളിനകത്ത് ക്ലാസ് എടുത്ത് പോയി, വൈകുന്നേരം ഉറക്കം വരുന്നില്ല, അവക്ക് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ് അൻഷിത കുട്ടി. പേനയെടുത്തു, പേപ്പർ എടുത്തു, പ്രിയപ്പെട്ട ഇക്ക, എൻ്റെ പേര് അൻഷിത, മാനവ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 സീൽ പഠിക്കുന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല, എൻ്റെ വീട് വടവരത്ത്, എൻ്റെ ഉപ്പന സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ഇന്ന് എൻ്റെ സ്കൂളിൽ ഫിലിപ്പേട്ടർ മകേഷേട്ടൻ വന്ന് ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ കടയിൽ വെക്കുന്നത് ക്യാൻസർ പൊതികളാന്ന്. ഇന്നാ മനസ്സിലായത്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കണ വിവേക് പാവമ്മ, അവ നിങ്ങളെ കടയിൽ നിന്ന് സാധനം വാങ്ങി ഉപയോഗിക്കണേ. നിങ്ങൾക്ക് 3 പെൺകുട്ടികളില്ലേ? ദയവ് ചെയ്തിട്ട് എൻ്റെ കത്ത് വായിച്ച ശേഷം നിങ്ങളുടെ കടയിലെ സകല ലഹരി പദാർത്ഥങ്ങളും, അതായത് ക്യാൻസർ പൊതികൾ എടുത്തുപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്നേഹപൂർവ്വം അൻഷിത സി, മാനവ ഹയർ സെക്കൻഡറി സ്കൂൾ 10 സി, ഒപ്പിട്ട് കുഞ്ഞുമിടുക്കി. എന്നിട്ടും അവളുടെ ബിലീവ് മൈൻഡ് ഇങ്ങനെ തിളക്കിയ. വീണ്ടും 2 വരി അവൾ എഴുതിയിട്ടുണ്ട്, വലിയതായിട്ട് എഴുതിയേക്കണേ, നല്ല വടിവത്ത അക്ഷരത്തിൽ. പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവരെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്ന് അറിഞ്ഞാൽ ഉപ്പ എന്ന സ്ഥാനത്ത് നിന്നൊരു ചിന്തിക്കുമ്പം സങ്കടം വരുമോ ഇല്ലയോ? മടക്കി ഉറങ്ങിയില്ല, ഒട്ടിച്ചു വെച്ചാൽ പൊന്നുമോള് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. കാരണം എന്താ? മൈൻഡ് ബിലീവാണ്. ഉമ്മയോട് പോലും യാത്ര പറയാൻ നടന്നു. കടയുടെ മുമ്പിൽ ഇങ്ങനെ പോയി ബ്രേക്ക് ഇട്ട് തന്നു, എന്നാന്ന് കൊടുത്തു. എന്താ മോളെ ചോദിച്ചു, വായിച്ചു നോക്കാൻ പറഞ്ഞു. വായിച്ചു നോക്കുക. ക്ലാസ്സിലേക്ക് പോയി. അവളുടെ ചിന്ത എന്താ? എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് ഇത് ഉപയോഗിക്കുന്നുണ്ട്, അവനെ രക്ഷിക്കണം, അവനെനിക്ക് രക്ഷിക്കണം, അവൻ പാവാ. പിന്നെണ്ടായ എന്താ? 2 ദിവസം കട അടഞ്ഞു കിടക്കണു. 3-ാമത്തെ ദിവസം ഉമ്മയോടും ടീച്ചറോടും പറഞ്ഞു, നല്ല തൊട്ടപ്പത്ത് ടീച്ചർ നിൽക്കുന്നുണ്ട്. ഈ മനുഷ്യൻ പറയുകയാണ്, സാറേ എൻ്റെ കണ്ണ് തുറപ്പിച്ച് പൊന്നുമോളെന്നു. 5 പ്രാവശ്യം 6 പ്രാവശ്യം എന്നെ പിടിച്ചിട്ടുണ്ട്. നിലമ്പൂർ പോലീസ് കോഡ് പാക്ട് പ്രകാരം പിടിച്ചിട്ടുണ്ട്, ഫൈൻ അടച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം സാറേ, 3 പെൺകുട്ടികളാണ് എൻ്റെ കടയിൽ സാറേ. 10-20 പേര് അവിടെ വാടകയ്ക്ക് നിൽക്കുന്നുണ്ട്. ഓർക്ക് പലർക്ക് സാധനം കൊടുക്കുമ്പോൾ ഈ സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ കച്ചവടം പോകും സാറേ. അതുകൊണ്ട് അവർക്ക് ഇത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചാണ്, അല്ലെ കുട്ടിയെ കൊടുക്കാൻ കൊണ്ടുവന്നില്ല, ആരോ കുട്ടികളെ ഒന്ന് വാങ്ങണ്ടാവും സാറേ. ക്ഷമിക്കണം സാറേ, ഇനി ഉണ്ടാവില്ല. എൻ്റെ കണ്ണ് തുറപ്പിച്ചു ഈ പൊന്നുമോളെന്നു. ആ കത്ത് വാങ്ങി വെച്ചിട്ട് അയാൾക്ക് ഇവിടെ മിണ്ടായിരുന്നില്ല. കാര്യം എന്താ? അടിയിലെ വരി അങ്ങനെയാ. പ്രിയപ്പെട്ട ഇക്ക, ഇങ്ങക്ക് 3 പെൺകുട്ടികളല്ലേ, അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കണേ? അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷൻ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഇങ്ങക്ക് സങ്കടം വരുമോ ഇല്ലയോ എന്നാ ചോദിച്ചേക്കണേ. സങ്കടം വരാതിരിക്കുവോ? ഇല്ല. നെഞ്ച് പൊട്ടിയിട്ട് പറയാ, മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, എനിക്ക് ഒരു ബോധ്യം ഉണ്ടാക്കി തന്ന ഈ പൊന്നുമോളൊന്നു. 5-6 പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടും ഈ വ്യക്തിയിൽ ഒരു തിരുത്തൽ വരുത്താൻ, ഒരു മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ, എക്സിക്യൂട്ടീവ് പവറുള്ള ഒരുപക്ഷെ നിയമത്തിന്റെ പിൻബലത്തിലും വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, മൈൻഡ് ബിലീവ് ചെയ്ത ഒരു 14 വയസ്സായ പെൺകുട്ടിക്ക് പേനയും പേപ്പറും എടുത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് മാനസാന്തരത്തിന്റെ വരികളെ ചാലിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മകള് സംഘടിപ്പിച്ച പരിപാടിക്കകത്ത് എത്രയോ അനിശ്ചിതമാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പം കത്തിലൂടെയും പാട്ടിലൂടെയും കവിതയിലൂടെയും പദസമ്പത്ത് ഉപയോഗിച്ചും അപ്പയുടെയും അമ്മയുടെയും മൊബൈൽ ഫോൺ എടുത്ത് അടുക്കളയ്ക്കകത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓണാക്കിയിട്ട്, ഞാൻ ഇന്ന സ്കൂളിൽ പഠിക്കണം 6-ാം ക്ലാസ്സുകാരിയെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് നിറഞ്ഞ്
ലഹരിയെക്കുറിച്ചും സൈബറിനെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ആ വീഡിയോ ഒരുപക്ഷെ ഈ ജമാഅത്തിൻ്റെ നമ്മളെ ഈ മഹലിൻ്റെ ഗ്രൂപ്പിലൊന്ന് പോസ്റ്റ് ചെയ്യുമ്പം എത്ര ദേശത്തേക്ക് അത് പകർന്നു വരും. മലപ്പുറത്ത് കിടക്കുന്ന എൻ്റെ ഗ്രൂപ്പിലും വരില്ലേ? അത് വരും. ഞാനും ഷെയർ ചെയ്യൂലേ? ഷെയർ ചെയ്യും. നിങ്ങൾ ആരാകും? നിങ്ങൾ ഹീറോയാകും. ആരാകും? ഹീറോ.